20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ഇന്ന് ബലിപെരുന്നാൾ ദിനത്തിൽ നാട്ടിലേക്കെത്തുകയാണ്. സൗദി സമയം രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട റഹീം രാവിലെ 7:35 കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങും. റഹീമിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങളടക്കം കരിപ്പൂരിലെത്തും. 2006 ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയ അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തെ തുടർന്നാണ് ജയിലിലായത്. വിമാനത്തിലിരിക്കുന്ന റഹീമിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശരത് എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്, അബ്ദുൾ റഹീം 20 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്താൻ പോവുകയാണ്. നാടൊന്നാകെ റഹീമിനെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് വേദനയോടുകൂടി ഒരു ഉമ്മ ഏറെ നാളായി കാത്തിരിക്കുന്നതാണ്. അവർക്ക് മുമ്പിലേക്ക് ഒരു പെരുന്നാൾ സമ്മാനം പോലെയാണ് ആ സന്തോഷ വാർത്ത എത്തിയത്. ശരത്, റീജിത്ത്, തീർച്ചയായും അതുതന്നെയാണ്. ഈ പെരുന്നാൾ പുണ്യദിനത്തിലാണ് അബ്ദുൾ റഹീം നീണ്ട 20 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം വളരെ സന്തോഷത്തിലാണ്. ഒന്ന്, ഈ അബ്ദുൾ റഹീമിൻ്റെ മടങ്ങി വരവ് തന്നെ കുടുംബത്തിന് ഏറ്റവും വലിയ സന്തോഷ ദിനമാണ്. അത് ഈ പെരുന്നാൾ ദിനമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ സന്തോഷത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ രാവിലെ 7:35 കൂടിയായിരിക്കും അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുക. ഇന്നലെ രാത്രി 11:55 എയർ ഇന്ത്യ വിമാനത്തിലാണ് സൗദിയിൽ നിന്ന് അബ്ദുൾ റഹീം വിമാനത്തിൽ കയറിയത്. പിന്നീട് ഡൽഹി വഴിയാണ് വിമാനം കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി വഴി രാവിലെ 7:35 കൂടി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമെത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2006 അബ്ദുൾ റഹീം ജോലിക്കായ തരത്തിൽ സൗദിയിലേക്ക് പോയത്, ഡ്രൈവർ ജോലിക്കായി സൗദിയിലേക്ക് പോകുന്നത്. പിന്നീട് സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം ജയിലിലാവുകയായിരുന്നു. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അങ്ങനെ വലിയ ദീർഘനാളത്തെ ജയിൽവാസം, 20 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. അത്രത്തോളം കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് മലയാളികൾ ഒന്നടങ്കം ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം കൈകോർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമായിട്ടുള്ളത്. 34 കോടിയാണ് ഇത്തരത്തിൽ ദിയാധനമായി നൽകിയിട്ടുള്ളത്. ആ വലിയൊരു തുക പിരിച്ചു നൽകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ നീണ്ട കാലത്തിന് ശേഷം ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷം നാട്ടിലൊന്നാകെയുണ്ട്. മാത്രമല്ല, നേരത്തെ ഈ ബലിപെരുന്നാൾ ദിവസം ചിലപ്പോൾ സൗദിയിലെ ഔദ്യോഗിക സ്ഥാപനങ്ങളൊക്കെ തന്നെ അവധി വന്നാൽ മോചനം നീളുമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അതുൾപ്പെടെ എത്രയും വേഗം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ മാസം 19-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ അബ്ദുൾ റഹീമിൻ്റെ ഈ ശിക്ഷാ കാലയളവ് അവസാനിച്ചത്. പിന്നീട് ഈ ഇത്രയും ദിവസം വൈകുന്നതിന് പ്രധാന കാരണം ഈ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ഈ അവധി ദിവസം വൈകുമോ എന്നൊരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ തന്നെ കൃത്യമായി പൂർത്തീകരിച്ച് കൃത്യം ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ സാധിക്കുന്നു. ഈ പറയുന്നത് പോലെ ഒരു പെരുന്നാൾ സമ്മാനമായി ഇന്നിപ്പോൾ അബ്ദുൾ റഹീം എന്തായാലും രാവിലെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ്. ശരത്ത്, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ വലിയൊരു തുക ദിയാദനമായി നൽകേണ്ടി വന്ന സാഹചര്യം, അതൊരു വലിയ തുകയായിരുന്നെങ്കിലും ഒരു നാടൊന്നാകെ ഒന്നിച്ചപ്പോഴത് വളരെ നിസ്സാരമായി, വളരെ എളുപ്പത്തിൽ ആ വലിയ തുക നാടൊന്നാകെ സമാഹരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീടും സാങ്കേതികമായുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന്, ഈ സഹായ സമിതിയുടെ ഭാഗത്തു നിന്ന്, അവിടെയുള്ള അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന്, സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയൊരു സന്തോഷ വാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്നു. റിജിത്ത്, അത് തന്നെയാണ്. ഇതിനു മുൻപിൽ വലിയൊരു കടമ്പ തന്നെ ഉണ്ടായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട്. ആദ്യഘട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത് പുറത്തറിഞ്ഞത്ര വാർത്തയൊന്നും ആയിട്ടില്ല. പിന്നീട് ദീർഘനാളത്തെ ശ്രമത്തിനൊടുവിലാണ് ഇത് വലിയ ജനശ്രദ്ധ നേടുകയും മലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. ദിയാധനമായി 34 കോടി മലയാളികൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം പിരിച്ച് സമാഹരിക്കുകയായി. അങ്ങനെയാണ് ആ തുക കണ്ടെത്തിയത്. പിന്നീട് മോചനം ദിയാധനം നൽകിയെങ്കിൽ പോലും ഈ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. സൂചിപ്പിച്ചതുപോലെ ബലിപെരുന്നാൾ ദിവസത്തെ അവധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ കൃത്യമായി പൂർത്തീകരിച്ച് കൃത്യസമയത്ത് അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം. ഇന്നലെ രാത്രിയാണ് അബ്ദുൾ റഹീം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നേരത്തെ കാലയളവ് ഈ പറഞ്ഞ പോലെ 19-ാം തീയതി അവസാനിച്ചു എന്ന് പറയുമ്പോഴും
സാങ്കേതികമായി മാത്രമാണ്. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചത് ഇന്നലെ രാത്രിയാണ്. പിന്നീട് രാത്രി 11:55 വിമാനത്തിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ 7:35 കൂടി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. പിന്നീട് നേരെ അദ്ദേഹത്തിന് ഫറൂഖ് കോടമ്പഴിയുള്ള വീട്ടിലേക്കാണ്. അവിടെ അബ്ദുൾ റഹീമിന്റെ ഉമ്മയാണുള്ളത്. ഉമ്മ ദീർഘനാളായി അബ്ദുൾ റഹീമിനായുള്ള കാത്തിരിപ്പാണ്. ദീർഘനാളായി കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഈ ബലിപെരുന്നാൾ ദിനത്തിൽ മകനെ കാണാൻ സാധിക്കുന്നു. ഈ 20 വർഷത്തിന് ശേഷമാണ് മകനെ കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടക്കാനായിരുന്നു അബ്ദുൾ റഹീം 2006 വിമാനം കയറി സൗദിയിലേക്ക് ജോലിക്കായി പോയത്. എന്തായാലും ഇന്നിപ്പോൾ 20 വർഷത്തിന് ശേഷം മകൻ എത്തുന്ന സന്തോഷം ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. ഒപ്പം ഈ നാടും വളരെ സന്തോഷത്തിലാണെന്നുള്ളത്. ശരി, 20 വർഷം മുമ്പ് കണ്ട മകനെ വീണ്ടും കാണാൻ പോവുകയാണ് ആ ഉമ്മ. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഘട്ടത്തിൽ അബ്ദുൾ റഹീമിന് 26 വയസ്സ് മാത്രമാണ് പ്രായം. 20 വർഷത്തെ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷമാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്താൻ പോകുന്നത്. 7:30 കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തും. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകും എന്നാണ് അബ്ദുൾ റഹീം അറിയിച്ചിട്ടുള്ളത്. ശരത് SS വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.